ഈ കോളേജ് പിടിച്ചടക്കിയിട്ടുള്ള ദേവസ്വത്തിന്റെ ഭൂമി തിരിച്ചു നൽകണമെന്നുള്ള പ്രധാനപ്പെട്ട രണ്ട് ആവശ്യങ്ങളാണ് ഭാരതീയ ജനതാ പാർട്ടി മുമ്പോട്ട് വെക്കുന്നത്. ഈ പ്രദേശത്തെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കാലങ്ങളായി ആവശ്യപ്പെടുന്ന കാര്യമാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് മുമ്പോട്ട് വെക്കുന്നത്. ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി ചെയ്യുന്നത് അവർ കയ്യേറ്റക്കാരുടെ കൂടെയാണ്. മാടായിപ്പാറയുടെ പവിത്രത തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളുടെ കൂടെയാണ് CPM നിലനിൽക്കുന്നത്. CPMന്റെ കൈവശമാണല്ലോ ആഭ്യന്തര വകുപ്പ്. അവരാണല്ലോ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ സംസ്ഥാനത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി മതമൗലികവാദികളുടെയും തീവ്രവാദികളുടെയും കൂടെ ചേർന്നുകൊണ്ട് ഈ നാട്ടിലെ മഹാഭൂരിപക്ഷത്തിന് അവകാശപ്പെട്ട ഭൂമി തട്ടിപ്പാക്കിയിട്ടുള്ള ആളുകളെ സഹായിക്കുകയാണ്. 10,000-കണക്കിന് വിശ്വാസികളായിട്ടുള്ള ആളുകൾ അങ്ങേയറ്റം ഭക്തിയോടെയും വിശ്വാസതയോടെയും പരിപാവനതയോടെയും കാണുന്ന മാടായിപ്പാറയുടെ ചരിത്രപരമായിട്ടുള്ള പൗരാണികപരമായിട്ടുള്ള പവിത്രത തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുടെ കൂടെയാണ് CPM ഇന്ന് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇത് ഇവിടെ മാത്രമല്ല, കേരളത്തിൽ ഒരുപാട് ഏക്കർ കണക്കിന് ഭൂമി ദേവസ്വം ബോർഡിന്റെ ഭൂമി, ദേവസ്വം ബോർഡ് പ്രാദേശിക ദേവസ്വം ബോർഡുകളുടെയും രാജവംശങ്ങളുടെയും ഒക്കെ കാലഘട്ടത്തിൽ പല വഴിക്ക് കയ്യേറിയിട്ടുള്ള ഭൂമിയുണ്ട്. ഈ ഭൂമിയെല്ലാം ദേവസ്വം ബോർഡിന് അവകാശപ്പെട്ട ഭൂമിയാണ്. ആ ഭൂമി തിരിച്ചുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പ്രക്ഷോഭം കേരളത്തിലുടനീളം നടക്കുകയാണ്. 10,000-കണക്കിന് ഏക്കർ ഭൂമിയാണ് ഇങ്ങനെ വിശ്വാസികൾക്ക് അവകാശപ്പെട്ട ഭൂമി, ക്ഷേത്രങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമി, ദേവസ്വം ബോർഡിന്റെ ഭൂമി പിൻവാതിലൂടെ കള്ളരേഖയുണ്ടാക്കി കേരളത്തിലെ പല ആളുകളും തട്ടിയെടുത്തിട്ടുള്ളത്. അതെല്ലാം വീടെടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ നിയമ പോരാട്ടങ്ങളാണ് കേരളത്തിലെ പല കോടതികൾ നടക്കുന്നത്. നിർഭാഗ്യവശാൽ ഈ വ്യവഹാരങ്ങളിലൊന്നും ദേവസ്വം ബോർഡിന് താല്പര്യമില്ല. ഈ ഭൂമി തിരിച്ചു പഠിക്കേണ്ടത് ദേവസ്വം ബോർഡിന്റെ ആവശ്യമല്ലേ? ആ ദേവസ്വം ബോർഡ് നിർഭാഗ്യവശാൽ കേരളത്തിലെ വിവിധ ദേവസ്വം ബോർഡുകളുടെ തലപ്പത്തുള്ളത് വിശ്വാസികളായിട്ടുള്ള ആളുകളല്ലല്ലോ. അതുകൊണ്ടാണ് ദേവസ്വം ബോർഡിന് അതൊന്നും താല്പര്യമില്ലാത്തത്. ദേവസ്വം ബോർഡ് താല്പര്യമെടുക്കാത്ത പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ 10,000-കണക്കിന് ഏക്കർ വരുന്ന ഭൂമി അന്യാധീനപ്പെട്ടു പോകുന്നത്. മാടായിപ്പാറയിലും രേഖകൾ നമ്മളോട് പറയുന്നത് ഈ ഭൂമി പിൻവാതിലൂടെ തട്ടിയെടുത്തിട്ടുള്ളതാണ്. ഇത് വിശ്വാസികൾക്ക് അവകാശപ്പെട്ട ഭൂമിയാണ്. ആ ഭൂമി തിരിച്ചു പിടിക്കാൻ സാധിക്കണം. ഈ കോളേജ് അധികൃതർ ആ ഭൂമി തിരിച്ചു കൊടുക്കാൻ സാധിക്കണം.